എന്താണ് ഈ പ്രശ്നം? പാറു ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലടാ, പട്ടിണി നടക്കുവാ ഇവിടെ. അയ്യോ, ഉച്ചക്ക് നമ്മൾ എല്ലാരും ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചല്ലോ. എന്നിട്ട് പാറു മാത്രം കഴിക്കാതെ പാവം പട്ടിണി കിടക്കുവാണോ? അതെ, പട്ടിണി കിടക്കുവാണല്ലോ. അയ്യോ, എന്നാലും പാറു പട്ടിണി കിടക്കുന്ന കണ്ടിട്ട് സങ്കടം വരുന്നു. അതെ അതെ. പാവം പാറു കേട്ട കിടക്കണ കിടപ്പ് നോക്ക്. എന്താ ചെയ്യാ? பாரு, நீ இங்க படுக்கறியா? எங்க எல்லாம் தேடின, நீ ஒண்ணுமே சாப்பிடல. எல்லாரும் சாப்பிட்டாச்சு. என்னாச்சு உனக்கு? അവളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടക്കുക ആന്റി. എന്ത് ചെയ്താ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. அது என்ன உனக்கு வேண்டாம இருக்கு? എനിക്ക് വേണ്ട. അവക്ക് വേണ്ടെന്ന് എന്ത് മക്കളെ നിനക്ക് വേണ്ടാത്ത? എന്നാലും കൊച്ചില്ലേ കാര്യം പറയണ്ടേ അവള്? എന്തോന്ന് അവളുടെ കപ്പൽ മുങ്ങിപ്പോയാ? എന്താ പ്രശ്നം? பாரு, சொல்லு பாரு, என்னாச்சு உனக்கு? അവള് കാര്യം പറയണ്ടേ, അതല്ലേ പ്രശ്നം. അവള് കാര്യം പറയുന്നില്ല. ഭക്ഷണം കഴിക്കുന്നില്ല. ഇല്ല. പിന്നെ വല്ല ഐസ്ക്രീമും മേടിച്ചു കൊടുക്കുക, അതെങ്കിലും കഴിക്കട്ടെ. അവക്ക് ഒന്നും വേണ്ടെന്നാണ് ചേച്ചി പറയുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊച്ചെ, നല്ല മീൻ കറിയും മീൻ വറുത്തതും ചോറൊക്കെ ഇരിപ്പുണ്ട്, പോയത് വലുത് കഴിച്ചേ ചെല്ല്. എന്താ കാര്യം? അവളൊന്നും കഴിച്ചിട്ടില്ലെന്നേ, കഴിക്കാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന്. മക്കളെ ഒന്നും കഴിച്ചില്ലയോ? ബാ എണീറ്റ് വാ, അമ്മൂമ്മ വാരി തരാം. ബാ വന്ന് കഴിക്ക്. അതമ്മ അവള് പിണങ്ങി കിടക്കുക. അവക്ക് ഭയങ്കര വിഷമം. എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട വേണ്ടാന്ന് മാത്രമേ പറയണുള്ളൂ. അതിന്റെ കാരണമല്ലേ നമ്മൾ ചോദിക്കണത്. നീ കാര്യം പറ. ചുമ്മാ എല്ലാവരും കൂടെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ കൊച്ചിന് ശ്വാസം വിടണ്ടേ? ഞാൻ ചോദിക്കാം. മക്കളെ പാറുവേ, പറയടാ മക്കളുടെ പ്രശ്നം എന്താണ്? കിടക്കണ കിടപ്പുണ്ടാ കണ്ടാലേ അറിയാം അവള് രാവിലെ ഒന്നും കഴിച്ചു കാണത്തില്ല. யாரு சொன்னா காலையில ஒண்ணும் சாப்பிடலன்னு? ஒரு குட்டி புட்டு, 4 ஏத்தப்பழம், 2 முட்டை, 8 பப்படம், இவ்வளோ சாப்பிட்டா. എല്ലാരും കൂടെ കഴിച്ച കാര്യമാണോ? இல்ல, அவன் மட்டும் சாப்பிட்டது சொன்னேன். കൊച്ചാ എന്തോന്നത്? നീ ചുമ്മാ വരെ എനിക്കുള്ള പ്രതിയോഗിയായി വന്നോണ്ടിരിക്കുകയാണ് കേട്ടാ. കേശോ, വിഷയത്തിൽ നിന്ന് തന്നെ മാറില്ല. അതിപ്പോ ദഹിച്ചിട്ടുണ്ടാവും. പിന്നെ ദഹിച്ചു കാണൂല്ലേ? സമയത്രായി എപ്പോഴും ദഹിച്ചു കാണും. കൊച്ചെ, മനുഷ്യനെ പ്രാന്തായിട്ട് ഒരു പരിധി ഉണ്ട് കേട്ടാ. ഇത് ഇത്ര ഷോ കാണിക്കണം, പോയി വന്ന് കഴിച്ചേ. ചേച്ചി കാം ഡൗൺ. ദേഷ്യം ഒന്നിനൊരു പരിഹാരമല്ല. അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുമല്ലേ? എനിക്കെന്ത് കുഴപ്പം? അല്ല, ദേഷ്യപ്പെട്ട ചേച്ചിക്ക് വയ്യാണ്ടാവത്തില്ലേ? പോട്ടെ, സാരമില്ല. പട്ടിണി കിടക്കാൻ പോവാന്നോ കുഞ്ഞ്? ജലപാനം ചെയ്തിട്ടില്ല. രാവിലത്തെ ആ പുട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്ക് വെച്ച് 4 കപ്പലിന്റെ എങ്ങോട്ടാ കഴിക്കുന്ന പോലെ കണ്ട്. കപ്പലണ്ടി കഴിച്ചില്ലയോ? ചുമ്മാതല്ല, കപ്പലണ്ടി കഴിച്ചാ പിന്നെ വിശക്കത്തേ ഇല്ല. വിശക്കത്തില്ലേ?